ഡ്രൈവറെ, താൻ ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ടും ഒന്നും അറിയില്ലെന്ന് വെച്ചാ? അയ്യോ, ഞാനാ ഡ്രൈവർ. ഇയാളാ? ഇത് ഡ്രൈവർ. അയ്യോ, ഇതെന്റെ മുതലാളിയാ. ഞാൻ ഡ്രൈവറാണെങ്കിൽ മുതലാളിയാ വണ്ടി ഓടിക്കാൻ. ഞാൻ ഇവിടുത്തെ ചീഫ് മെക്കാനിക്. ഈ വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സീരിയസ് കംപ്ലൈന്റ്. എനിക്കും സംശയം ഉണ്ടായിരുന്നോ? എന്താ താനെ ബോട്ട് വെക്ക്. ഇയാൾ അടിപൊളിയാട്ടാ. പൊക്കടോ. അത് ശരി, ലോറിയുടെ എഞ്ചിൻ കയറ്റി വെച്ചിരിക്കല്ലേ? നമുക്കിത് മാറ്റി ഓട്ടോറിക്ഷ എഞ്ചിൻ വെച്ചാലോ? ശരിയല്ലടോ, ഒന്നും ശരിയല്ലേ? നീ ബോണസ് സമ്മതിക്കില്ല ഞാൻ. മൂല്യച്യുതി സംഭവിച്ച സമൂഹത്തിന് മുമ്പില് ഒരു ചോദ്യചിഹ്നമാണ് വണ്ടി. മൂല്യച്യുതി എന്താ? ബെൻസുകാരൻ നന്നാക്കാൻ ആള് സമ്മതിക്കില്ല. നമ്മൾ ബുക്ക് ചെയ്ത് 2 ബെൻസ് അടുത്ത ആഴ്ച ഇനി വരത്തില്ലയോ? അത്രയൊന്ന് വെയിറ്റ് ചെയ്തൂടെ തോമാച്ചന്? ആ തൊട്ടിയിൽ സുഖമില്ലാത്ത ആളാ. അപ്പൊ ഇത് പ്രാന്താശുപത്രിയാണല്ലേ? ഭ്രാന്താശുപത്രി തന്റെ വണ്ടി എടുത്ത് മാറ്റണോ? എന്താണോ? ഈ ഡോക്ടർ ഗീവർഗീസ് അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണണമായിരുന്നു. അതെന്തിനാണെന്നോ ചോദിച്ചത്? അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം. എങ്കിൽ ഡോക്ടർ ഇപ്പൊ അല്പ തിരക്കില്ല, താൻ പോയിട്ട് പിന്നെ വാ. ഇല്ല, ഞാൻ ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിർബന്ധമാണെങ്കിൽ അകത്ത് കയറിയിരുന്ന് വിശ്രമിക്കും. ഡോക്ടർ വരാൻ 1/2 മണിക്കൂർ വൈകും. ഇവിടുത്തെ സർവന്റിനും മജിസ്ട്രേറ്റിന്റെ പദവിയാണ്. യൂസ്ലെസ്. ഇതല്ല ശ്രുതി. അതാ 2 കോളിംഗ് ബെല്ല് അടിച്ചതാ. ഓ, അല്ല തവല ഒന്ന് പോയി നോക്കണോ? പുറത്തിറങ്ങാ. അയ്യോ, എന്നാ ഇങ്ങോട്ട് പോവാ. ഞാനിങ്ങോട്ട് പോവാം. ചരിഞ്ഞ് കീപ് ലെഫ്റ്റ്, കീപ് റൈറ്റ്. 1 2 3. ബുക്കിംഗ് അല്ല, പൊക്കിങ്ങ. അതെന്ത് പ്രോഗ്രാം? ഇവനെ പൊക്കാൻ വന്നവരാ പലിശക്കാര്. ആരാ? അലാവുദ്ദീനും അത്ഭുതമാലും. ദൈവമേ, ചതിച്ചോ? ഒന്ന് മാറോ. എന്നെ പോലെ ഒരാളെ ഇവിടില്ലെന്ന് പറഞ്ഞേക്ക്. മോള് തന്നെ പിടിച്ചേ. നീ എന്താ ഈ കോഴി അഞ്ചാ പിടിച്ച? തന്നോടെ മാറാൻ പറഞ്ഞു. താങ്ക് യു. നീ ചിരിക്കണ്ട. നിന്റെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന. അയ്യോ, ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതേ അല്ല. ആ കാശിന്റെ കാര്യം എന്തായി? ആ കാശ് ചെക്കിൽ. ഓ, ക്യാഷ്. ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 രൂപ. 26,000 ഉറപ്പാണല്ലോ? ഓക്കെ. ഇക്കായ്ക്കോ? എനിക്ക് 48,000. 48,000? ആ, മുതലും പലിശയും ചേർത്തേ. ഓ, മുതലും പലിശയും ചേർത്ത്. ഓക്കെ. ബാലന്റെ 26,000 ഞാനൊരു 18-ാം തീയതി തരുന്നു. തരുന്നു. തന്നല്ലോ? തന്നു. കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. ഇക്കാടെ 48,000-ൽ ഒരു 25,000 ഞാൻ 28-ാം തീയതി തരുന്നു. അത് പറ്റില്ല. അവന് 18-ാം തീയതി കൊടുത്താൽ എനിക്ക് 28-ാം തീയതി. അത് പറ്റില്ല. എന്റെ കാശ് മാറ്റാണ്ട് കിട്ടിയല്ല. എന്റെ പിടിച്ച് തൂങ്ങാണ്ട് നിങ്ങൾ തീർക്ക്. ആ 28 എന്നുള്ള കുറച്ച് നേരത്തെ ആയിരുന്നു. 25-ാം തീയതി. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി 25,000 29-ാം തീയതി ആയിരുന്നു. ഓക്കെ. ഒരു ദിവസം നേരത്തെ പ്ലീസ്. ഒരു വൺഡേ. 30-ാം തീയതി. അപ്പൊ ഓക്കെ ആയല്ലോ? തരാനുള്ള കാശെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നിങ്ങൾ ഒരു ഏർപ്പാടും ഇല്ല. ഓക്കെ, വരട്ടെ. പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകും. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ ഓ, അങ്ങനെ. താങ്ക് യു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നിന്റെ ആശ കിട്ടില്ല. എന്റെ 18-ാം തീയതി കിട്ടിയില്ല. ഏത് 18-ാം തീയതി? വരുന്ന ദിവസം 18-ാം തീയതി കിട്ടിയില്ല. എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് കൺഫ്യൂഷൻ? നിങ്ങൾക്ക് ബോധമുണ്ടാ? നിങ്ങൾക്ക് ബോധം എന്താന്ന്? അങ്ങനെ തരാനുള്ള 25,000 രൂപ വരുന്ന മാസം 25-ാം തീയതി തന്ന അത് കിട്ടി. ബാക്കിയുള്ള 25,000 രൂപ വരുന്ന മാസം 30-ാം തീയതി തന്ന അത് കിട്ടി. അങ്ങനെ മൊത്തം 50,000 രൂപ കിട്ടിയ. അപ്പൊ മൊത്തക്ക് 50,000. എനിക്ക് 48,000 രൂപ കിട്ടാനുള്ളടാ. ആ മണ്ടറി കണക്കൂട്ടാ അറിയാൻ പാടില്ല. എനിക്ക് 2,000 രൂപ ലാഭം. ഈശ്വരൻ രക്ഷിച്ചു. എന്റെ അമ്മോ, അവരാരാ? അതെ, കുറച്ച് പലിശയുടെ ഏർപ്പാടുണ്ടേ. എങ്കിലും ഒരു 50,000 രൂപ എനിക്ക് താ മോനെ. കൊടുപ്പില്ല, എടുപ്പേ ഉള്ളൂ. ഞാനും ആ ടൈപ്പാ. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല. അതെ, തന്റെ ട്രൂപ്പിൽ ഞാൻ പണി നിർത്തി. ഞാൻ പോവുക ഏതെങ്കിലും നാട്ടിലേക്ക്. എന്ത് പണിക്ക്? കാശ് കിട്ടുന്ന എന്ത് പണിക്കും. അതെ, ഈ ഇന്റർവ്യൂവിന് ഒന്നാണ് അങ്ങോട്ട് മാറിക്ക്. ബാത്റൂം അവിടെ എങ്ങാനും പോയി സാധിക്കണേ. എമർജൻസിയാ. അതിനായിരുന്ന നേരെ അകത്തോട്ട് കയറി ഇടത്തോട്ട് തിരിഞ്ഞു നേരെ അങ്ങോട്ട് പോയി. ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിയുന്നവരെ നിർത്താൻ പറ്റൂല. അതെ, ഇതൊക്കെ ഒന്ന് നോയിക്കൊണ്ടേ.
സാധനങ്ങള് എവിടെ? ഇവിടെ വെച്ചിരുന്ന എന്റെ സാധനങ്ങൾ കണ്ടോ? വരൂ കാണിച്ചു തരാം. ആ. ഇതാ ഇതിനകത്തുണ്ട്. എന്റെ തബലയും ഗിറ്റാറും എവിടെ ചോദിച്ചത്? പ്രപഞ്ചത്തിലെ സകല സാമഗ്രികളും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. A+B the whole square is equal to A square plus A+B. അതെ എന്റെ. അയ്യോ എടാ എന്റെ തബല, അയ്യോ ഗിറ്റാറ്, അയ്യോ ഓടരുത് ഓടരുത്. ചേട്ടാ അതൊക്കെ പൊട്ടിപ്പോന്ന സാധനമാണ്. ഇങ്ങോട്ട് മാറോ, നിക്കണ്ടേ, ഓടരുത്, ഇങ്ങോട്ട് മാറോ. എന്താണോ ഇത്? ആരാണോ കയറിപ്പോയ ഭീമൻ? എന്നെ എന്തിനാ തല്ലുന്നത്? ഇന്റർവ്യൂവിന് വന്നവരാന്ന് തോന്നുന്നു. അയാൾ ഇൻസ്ട്രുമെന്റ്സ് നമ്മളെ പേഷ്യൻസ് എടുത്തോണ്ട് ഓടി. പോയി നോക്കണോ? ഇത് കൊള്ളാമല്ലോ. ഓടരുത്. എടാ എടാ തന്നേച്ചോ എന്റെ ഗിറ്റാറ്. ഓടാ പ്രാന്ത. എടാ അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഹിമാലയ പർവ്വത സാനുക്കളിൽ കന്മതമുണ്ടോ? രണ്ടുപേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഫോൺ വന്നിരുന്നു. പക്ഷെ ലൈനിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, ഒന്നും ക്ലിയർ അല്ല. മിക്കവാറും നാളെ കൊറിയറിലെത്തും. ചെല്ല്. നല്ല ബെസ്റ്റ് അടിയായിരുന്നല്ലേ? കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ട. മോനെ വാ, മുട്ടായി വരാ. വാ വാ, നിന്നോടൊരു കാര്യം പറയാനല്ലേ. വാ എന്താണ്? പൂക്കൾക്ക് എന്താ ഭംഗി? എന്താണ് ഓടുന്നേ? എക്സൈസ് ചെയ്യണം. എവിടെ വിളിക്കും? ബാത്റൂം ബാത്റൂം ബാത്റൂം. അയ്യേ ലേഡീസ്. ബാത്റൂമിൽ തന്നെ വിളിക്കണം. നിന്നെ ഞാൻ ഏറ്റടാ. ആ കറക്റ്റ്. മോനെ വാടാ വാടാ. എന്താണ് പെണ്ണായ? ഫാന്റാസ്റ്റിക്. കിട്ടിയാ? കിട്ടി. മുതല് കിട്ടി. എന്റെ കാശ വേഗം മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഒന്ന് 4% കിട്ടിയാ? മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ, ഞാൻ കണ്ടേ. നിക്കണ സാധനം കാണിച്ചരാ. എന്നതാരാ കണ്ടത്? അതിനുമുമ്പ് ചേച്ചി വായിലടിച്ചില്ലേ? ഇറങ്ങിക്കോളും വായി നോക്കി. എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്നാ ഞാൻ ഇവിടെയൊക്കെ നീ പോ. അവൻ പോണ്, വാ. അവൻ അവിടെ പോയി. എടാ പല, നീ അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാ. ഇനി കണ്ട ഒറ്റ പിടി. എന്താ പിടിക്കടാ പിടിക്കടാ. ആരെങ്കിലും കണ്ട ശരി. അയാള് വെറുതെ തമാശ. 1 2 3 4 5 അയ്യേ പത്തിഞ്ച്. ഒന്ന് ഫോൺ ചെയ്യണം. ഹലോ ഹലോ. എടുക്കും ഇന്നെടുക്കും. എടുത്തിട്ടേ പോവൂ. എന്താ 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 ഇവിടെ റെസ്റ്റ് ചെയ്യാം. അതെ പുതിയ പേഴ്സ്. ഇത് ഡോറല്ല.
എന്താണ് കാണാം കാണണം. എന്ത് കാണണം? ഇവൻ ഇയാളുടെ പോക്കറ്റ് അടിച്ചു സാർ. പോക്കറ്റ് അടിക്കാൻ ഞാൻ തയ്യക്കാരനൊന്നല്ല സാർ. ആ അടിയല്ല, എന്റെ പാന്റെ പോക്കിലെ പേഴ്സ് അടിച്ചത്. അയ്യോ എന്റെ പേഴ്സണാലിറ്റി കണ്ടറിഞ്ഞു ഞാനൊരു പോക്കറ്റ് അടിക്കാരനല്ലെന്ന്. കർത്താവാണ്, മാതാവാണ്, സകല പുണ്യാളന്മാരാണ് സത്യം. ഞാൻ ആരും ഇന്നുവരെ മോട്ടിച്ചിട്ടില്ല. ക്രിസ്ത്യാനിയാ അതെ. എങ്കിലും മോഷ്ടിക്കില്ല. പറഞ്ഞോട് പിന്നെ താനെന്തിനാ ഓടിയത്? എന്തിനാ ഓടിയെന്ന്? എടാ ക്രിസ്ത്യാനികൾക്ക് ഓടാൻ പാടില്ലേ? അതിന് സ്പീഡിൽ ഓടി എന്തിനാ? അയ്യോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സ്പീഡിൽ ഓടാൻ പാടില്ലേ? കള്ളനാണ് സാർ. സാർ ഇയാളൊന്ന് പരിശോധിക്കണം. പരിശോധിച്ചോളൂ. എന്റെ 26,000 രൂപയാണ് സാർ. 26,000 കാണണം. കർത്താവേ, ഇവർ ചെയ്തത് എന്താണെന്ന് ഇവർക്കറിയാം. ഇവരോട് ക്ഷമിക്കരുതേ. നാം 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 എന്താണത്? പള്ളിമണി കാണണം. എന്ത്? കുർബാന ഓ, കാണണം. യവനെന്തിനാ എപ്പോഴും കാണണമെന്ന് പറയുന്നത്? ശവം. നല്ലൊരു മനുഷ്യൻ. ഇയാളുടെ ഒന്നുമില്ലടോ. ഞാൻ ഇയാൾ തന്നെയാണ് എടുത്തത് സാർ. മാന്യമായി ആക്ഷേപിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം സാർ. ഞാൻ ഗൾഫിൽ പോകാൻ പറ്റുന്ന പൈസയാണ് സാർ. പോയി തോന്നുന്നു. എത്ര രൂപ ഉണ്ടെന്നാ പറഞ്ഞത്? 26,000. ഉറപ്പാണല്ലോ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണണം. ആ, പോടാ, പോടാ. എല്ലാവരും പോയി. സാർ, ആ, പോ, മാറി പോ, മാറി പോ. ആ. ആ, പോ. ശവമേ, വൃത്തികെട്ട പരിപാടിയായിട്ട് ഞാൻ ആ ടൈപ്പ് അല്ല. ഞാനും ആ ടൈപ്പ് അല്ല. പിന്നെ ഇതിനാ താൻ പിടിച്ച അതിനല്ല. ഇയാളെന്താ കണ്ണുകൊത്തി കളിക്കണേ? എവിടെ നാടാ ഈ പേഴ്സ്? അതൊക്കെ എന്തിനാ അറിയണത്? എന്നാ കയ്യ് അങ്ങോട്ട് മാറോ സാറേ. സിസ്റ്റേഴ്സേ, ഇവിടെ നിങ്ങ. ആ ബാഗ് ഇടല്ലേ? പോടാ പിച്ചക്കാരെ. ഞങ്ങളുടെ കാശ് വാങ്ങിട്ട് പിച്ചക്കാരനോ? ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 ക്യാഷ് തരാനുണ്ട്. 26,000 ക്യാഷ്. അതൊരു 18-ാം തീയതി ഞാൻ അങ്ങോട്ട് അല്ലേ? അന്ന് ഞങ്ങക്ക് കുറച്ച് ബുദ്ധി കുറവാൻ്റെ പറ്റിച്ച് ഇപ്പൊ ബുദ്ധി വെച്ചടോ. വെക്കടാ കാശ്. എന്നാ സിസ്റ്ററെ, പോണ വക്കിൽ കയ്യിലടക്കിയതാ. ഓ, തന്റെ പോക്കറ്റിൽ പേഴ്സ് ഉണ്ടോ നോക്കി. പേഴ്സ് അങ്ങനെ ഒരു കാണില്ല. അത് ഈ ക്രിസ്ത്യാനി അടിച്ചു മാറ്റി. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഓ, എണ്ണി നോക്കി. ഞാൻ നോക്കാം. അത് എണ്ണി നോക്കണം. അത് 26,000 കൃത്യണ്ട്. 26,000 അപ്പൊ സൂര്യ നമ്മളുടെ മുതൽ മനുഷ്യൻ കറക്റ്റായി. എന്റെ പേഴ്സ്. നീ മുണ്ടരുത്. ഈ പോക്കറ്റ് അടിച്ചിട്ട് ഷോക്കാണേ. എടോ, ഇനിയെങ്കിലും താ പേഴ്സ് സൂക്ഷിക്ക്. നിന്നെ ഇനി ഞാൻ- ഞാനൊരു കാര്യം പറട്ടെ, എനിക്ക് കൈ വിശകീതാ കേട്ടോ? കട്ടുപിടിക്കണടാ. ഞങ്ങൾ ഓടിക്കരുത്. അപ്പൊ നമ്മ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്ന്. ഇതെന്ത് മറിമായാടോ? എനിക്കൊന്നും പക്ഷെ മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? നിന്റെ കയ്യിൽ കാശും വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കരുത്. ഒന്ന് ഞാൻ മാത്രമല്ല, അലാവുദ്ദീനും കൂടെ ഉണ്ട്. അയാൾ അവിടെ പോയി. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ. മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഓടരുത്. ഈ പാർട്ടി ഭയങ്കര ബിസിയാണല്ലോ. പേഴ്സ് അടിച്ചു മാറ്റി എന്റെ പോക്കറ്റിലിട്ട്. ഏതായാലും ഒരിടപാട് തീർന്നല്ലോ. മറ്റോ വരുന്നതിന് മുമ്പ്. ഒരു ചരക്ക് ഇവിടെ ഇറക്കിക്കോട്ടെ. ഇങ്ങോട്ട് വന്നേ. താൻ കിച്ചണിലോട്ട് വയ്ക്കും. അവിടെ നിൽക്കട്ടെ. താനെന്താ എത്ര വൈകിയത്? അത് പിന്നെ പെട്ടുപോയി സാർ, മാർക്കറ്റിലെ തിരക്കിനിടയ്ക്ക്. മാർക്കറ്റിൽ തിരക്കിനിടയിൽ പോയി പെട്ടെന്ന് കുറച്ച് ഒഴിഞ്ഞു നിന്നൂടെ? ഞാൻ ഒഴിഞ്ഞു. നാക്ക് വളക്കണ്ട. ഈയിടെയായിട്ട് കുറച്ച് ഉളപ്പുന്നുണ്ട്. ആ, തന്റെ ഒരു ഫാമിലി ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ ഫാമിലി ഫ്രണ്ടോ? ആ. എവിടെ? അകത്തിരിപ്പുണ്ട്. എന്താടാ? ഓഹോ, ഭ്രാന്താണല്ലേ? കാലത്തെ പോക്ക് വെച്ച് ഇറങ്ങിയേക്കാണ്. പൂ വെച്ച് കണ്ടറിയ ഭ്രാന്താണെന്ന്. എന്തെല്ലാം ടൈപ്പ് ഭ്രാന്തന്മാരാണ്. ഡോക്ടർ, അയ്യോ, എന്താണോ ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും. സാർ, അയാൾ ഒരു പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം? അയാൾക്ക് മുഴുവൻ പ്രാന്താ. എന്താ? ഓ സോറി, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അയാൾ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സഹവാസികളാ. പണ്ടൊരു ബ്ലേഡ് ബാങ്ക് നടത്തി പൊളിഞ്ഞ ഫാമിലിയാ. എന്ത് ചോദിച്ചാലും കടം, കാശ്, പലിശ എന്നൊക്കെ പറയൂ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് നാട്ടുകാരിങ്ങോട്ട് അയച്ചതാവും. അരപ്പിരിയിലകിയതാർക്കാണ് ഇനി കല്ല. എഴുന്നേൽക്കൂ.
ഇരിക്കൂ, എഴുന്നേൽക്കൂ, ഉം? വായം തുറന്നേ. എനിക്ക് കണ്ട സൂര്യനാണ്. വാ തുറക്കണോ നോക്കട്ടെ. സൂര്യൻ എന്താ എന്റെ വായിലായിരിക്കണേ? വാ തുറക്കണോ. പേരെന്താ? അലാവുദ്ദീൻ. അലവലാദിയോ? സ്വഭാവമല്ല ചോദിച്ചത്, പേര്. അലാവുദ്ദീൻ. അലാവുദ്ദീൻ. ഇതിലില്ലാത്തൊരു ബ്ലേഡ് എന്ന് വിളിക്കും. പലിശയുടെ ഏർപ്പാടാണേ. എത്ര കാലമായി സംഭവം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് ഇത് തന്നെ, ഉപ്പാപ്പാക്ക് ഇത് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ. ഓ. എന്നെ പോലെ വിപുലമായിട്ടില്ല. ചികിത്സ എവിടാ? ഞാൻ ചെറിയ ചികിത്സ നടത്താറുണ്ട്. ഓ. അതായത് കാശും മേടിച്ച് മുതലും പലിശയും തരാതാവുമ്പോ ഒരു ചെറിയ പ്രയോഗം. അത് ശരി. അതുപോലെ ചികിത്സക്കാൻ ഞാനിവിടെ വന്നത്. ആ സൂര്യൻ എവിടെ? സൂര്യനെങ്ങും മാനത്തല്ലേ. ഏ? തൽക്കാലം ഞാനൊരു ചെറിയ ഡോസ് തരാം. ആ, അതുപോലെ ഡോസ് അവനിട്ട് കൊടുക്കാനാണ് ഞാനും വന്നിരിക്കുന്നത്. അത് ശരി. ഏ? വേണ്ട, കൈവിട്. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞു. ആ. ആളിനെ നമുക്ക് മനസ്സിലായി. സിസ്റ്റർ, നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ആവശ്യം വരും. ഒരു 3 നേരം ഇത് കൊടുത്തേരെ. ഒരു ദിവസം ഒബ്സർവേഷനിലിടാം. ഗുളിക കഴിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തനിക്കിട്ട് അവരുടെ ഡോസ് തരും. വയലന്റ് ആവാതെ ഒറ്റ ഡോസിന് ഞാൻ ശരിയാക്കാം. ഡോസ് കഴിച്ച് എന്റെ കാശ് കിട്ടോ? താൻ പോയി സൂര്യനെ വിളിക്കണോ? എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം. പോയി വിളിക്കണോ? അറ്റൻഡർ. അറ്റൻഡർ ആണോ സൂര്യൻ? അവര് വന്ന് മുതലും പലിശയും ചേർത്ത് തരും. ആണോ? ആ. എന്നാ വിളിക്കാം. അറ്റൻഡർ, അറ്റൻഡർ. എന്താ ഡോക്ടറെ? ഇയാളെ അകത്തോട്ട് കൊണ്ടുപോയി. എന്നെ എന്തിനകത്ത് കൊണ്ടുപോണത്? സൂര്യൻ എവിടോ? വരും വരും വരും. നമ്മുടെ ആളാ. സെഡേഷൻ കൊടുത്ത. അതൊന്നും വേണ്ടെന്നേ. ഞാൻ രാവിലെ ഇത്തിരി പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് വന്നാ. വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം. മധുരം വേണ്ടേ? അതെ, ഇത് കഴിക്കാനുള്ളതല്ല, ബോധം കെടുത്താനുള്ള മരുന്നാ. എടാ, ഇടിച്ചതിന്റെ മോന്തക്കുറ്റി. വിട്, വിട്, വിട്. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ആ, പിടിച്ചോ. ഷോക്ക് കൊടുത്തരാം. സോപ്പാ. ഷോക്കല്ല, ഷോക്ക്, ഷോക്ക്. കൊണ്ടുപോ, കൊണ്ടുപോ. ഇതിനോട് കളിച്ചാ ഞാൻ ഇത്രയും ചവിട്ടിയാ. ആ, നോക്കിക്കോളാം നിന്നെ. ഇയാളുടെ വീട്ടിൽ അറിയിക്കണ്ടേ സൂര്യ? ഒരു കുടുംബത്തിന് മുഴുവൻ പ്രാന്ത് പിടിച്ച് കിടക്കുമ്പോ ആരെ വിളിച്ച് അറിയിക്കാനാ സാർ? ശരിയാ, അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു. ഇത് കുരിശായല്ലോ. ഇയാളുടെ ചികിത്സയുടെ കാശ് എങ്ങനെ ഈടാക്കും? തൽക്കാലം അതിനുള്ള പണം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആ പാവ ഇക്കയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കടപ്പാടിനൊക്കെ എന്താണ് ഡോക്ടർ ഒരു വില? കൂൾ ഡൗൺ. അപ്പൊ തന്റെ ശമ്പളത്തിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡോക്ടർ, എന്താണോ? രണ്ടുപേര് കാത്തിരിക്കുന്നു. ആര്? ഔട്ട് പേഷ്യൻസാ. 1000, 2000, 3000, പിന്നെ 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000, 11000. അസ്സലാമലൈക്കും. ആ, എന്താ കാര്യം? ഇന്ന് ഇവന്റെ പോക്കറ്റ് അടിച്ച് 26,000 രൂപ പോയി. ഒരു ജോലിക്ക് കൊടുക്കാൻ വേണ്ടി കടം മേടിച്ചു വെച്ചിരുന്ന കാലായിരുന്നേ. ഇപ്പൊ എന്ത് ചോദിച്ചാലും ആ 26,000 കണക്ക് മാത്രമേ അവന് പറയാനുള്ളൂ. മനസ്സിന് കട്ടിയില്ലാത്ത കൊച്ചനാന്നേ. ആരാ ഈ 26,000 രൂപ കട്ടോണ്ട് പോയത്? ആ, അതറിയാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അല്ല ഡാക്ടറെ, നിങ്ങൾ ഡാക്ടറാണല്ലേ? സോറി, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. ബാപ്പ, ഈ 26,000 എത്ര ആറുണ്ട്? അല്ല പടച്ചോനെ, കൊയ്ക്കുന്ന ചോദ്യം ചോദിച്ചത്. ബാപ്പ ഈ സ്കൂളിൽ പോയിട്ടുണ്ട്. എന്റെ മക്കൾക്ക് അറിഞ്ഞൂടാ മക്കളെ. അല്ലാ, എന്റെ മോന്റെ 26,000 എടുത്തോന്റെ തലയിൽ ഇടിത്തി വീണ് നാശകോടാലി ആയി പോണേ പടച്ചമ്പുരാനെ. അയ്യോ, 26,000. അതെ, ഞാൻ എല്ലാം പറയാം സഹവാസി. ഈ മാർക്കറ്റിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ്. ഈ എടുത്താളുടെ മുഖം ഓർമ്മയുണ്ടോ? നീ അല്ലടാ 26,000 ഓടിച്ചത്. ഹലാക്കിന്റെ അവരും കഞ്ഞി ആയെന്നാ തോന്നുന്നത്. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാൻ ഇരിക്കെ. നീ എന്റെ പൈസ ഓടിച്ചത്. നീ എന്റെ പൈസ ഓടിച്ചത്. എന്താണ് ഇത്? അവനെ പോയി പിടിക്കാൻ പറഞ്ഞപ്പോ വീഴാൻ പോയപ്പോ പിടിച്ചതാ. വീഴാൻ പോയപ്പോ പോയി അവനെ പിടിക്കോ. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ. സിസ്റ്ററെ, എത്ര കറണ്ട് കയറ്റി എന്റെ തലയിൽ? ഒരു 240 വാട്ട്സ് വരും. കറണ്ട് ബില്ല് വരുമ്പോ പഠിച്ചോളൂ ആ തെണ്ടി ഡോക്ടർ. എടോ അവിടെ നിൽക്കാൻ. തലയുടെ ബൾബ് പോയി. ഏതാ വഴി? ഓ, മാറണം മാറണം. നീ പോടി ശക്കിലേ. ഡോക്ടർ ഭ്രാന്തൻ. എന്താ അയ്യോ ഡോക്ടർ, ഡോക്ടർ എന്താ പണിയടാ?
ഡോക്ടർ പന്നീന്ന് വിളിച്ചു. ഷോക്ക് കൊടുത്ത പോരെന്ന് തോന്നുന്നു. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കടാ. അയ്യോ, ഡോക്ടർ തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായോ? പോയാളെ പിടിക്കണോ? ഷോർട്ട് കട്ട് പിടിക്കാം. താൻ ഇവിടെ നിൽക്കുകയാണോ? എന്റെ രോഗമൊക്കെ കംപ്ലീറ്റ് മാറി. ഷോക്ക് അടിച്ചപ്പോ എന്ത് രസമായിരുന്നറിയോ? അതിന് തനിക്ക് രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ലേ? അത് കംപ്ലീറ്റ് മാറി. എന്നാര് പറഞ്ഞു? സ്വാമി പ്രാന്തനം പറഞ്ഞു, സിസ്റ്ററും പറഞ്ഞു. ആ. കംപ്ലീറ്റ്. ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ്. റോട്ടിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം. പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ ചോദിച്ചായിട്ട് പറയണം. പറയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ ഇവരെ കൊല്ലാൻ പറഞ്ഞേ. കുത്തരുത്, അയാളെ കുത്തരുത്. അയ്യോ, അയ്യോ, കബഡി പിടിക്കല്ലേ. എന്റെ പൊന്നു ഡോക്ടറെ. ഡോക്ടർ നിന്റെ വാപ്പ. അപ്പൊ പേഷ്യന്റ് ആണല്ലേ? പേഷ്യന്റ് നിന്റെ ഉപ്പാപ്പ. അവൻ രക്ഷോട്ട് പോയി. എനിക്ക് 26,000 രൂപ തരാനുള്ളവനാണ്. അപ്പൊ നീ പലിശക്കാരനാണോ? ഞാൻ പോക്കറ്റ് അടിക്കാരനാണ്. അടിച്ചില്ല. എന്നാ വാടാ പോക്കറ്റ് അടി. താങ്ക് യു. പോക്കറ്റ് അടിക്കാൻ പറഞ്ഞു. പോക്കറ്റ് അടി കാരാന്നാ പറഞ്ഞത്. എവിടെ പോയി? ഇന്നലെ എങ്ങോട്ട് പോയത്? അതാരും മൂത്രമൊഴിക്കാതിരിക്കടാ. മെക്കാനിക്ക് ഇതിൽ ഒരാൾ ഓർഡർ കണ്ട? ഇല്ല മോനെ. ഞാൻ പറഞ്ഞില്ലേ കാണാൻ പറ്റില്ല. വിളിച്ചാ? ഇല്ലേ, വിളിച്ചില്ലടാ മണ്ട. വിളിച്ച പോലെ തോന്നി. എന്താ സംഭവം എന്താ കാര്യം എന്ന് പറയുന്നത്? അപ്പൊ ഭ്രാന്തനാണല്ലേ? ഭ്രാന്തന്റെ തന്ത. ആ തന്തക്ക് ഭ്രാന്ത. എന്റെ അമ്മച്ചി. അയ്യോ, ഇനി അങ്ങോട്ട് ഓടും. അയ്യോ, അയ്യോ ഒറിജിനൽ ഓണർ. നീ എന്റെ പേഴ്സ് ഓടിച്ചത്. ഇപ്പൊ എനിക്ക് ഭ്രാന്തില്ല. പിടിക്കാറോ? ഇവര് തമ്മിൽ എന്താണോ? അത് പിന്നെ ഒരു പേഴ്സ് അല്ല, പേഴ്സണൽ പ്രോബ്ലം. തീർന്നു. അയ്യോ, ഇതിനൊരു അന്ത്യമില്ലേ? ഇയാളെ കൊണ്ട് സെല്ലിലടക്കി. പിന്നെയും തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായ ഡബിൾ ഷോക്ക് കൊടുത്ത് സെല്ലിലടക്കി. യുമാരെ പ്രശ്നം ഇല്ലാണ്ട് തീർന്നില്ലേ? അതിന് 2 തീരണം. താനൊരു കാര്യം ചെയ്യ്, പോയി വിറവ് കീറും. അയ്യോ, അയ്യോ, വിറവ് കീറാൻ പറഞ്ഞ ഇവൻ തൊണ്ട കീറുന്നെന്തിന്? ഓൾ ഫൂൾസ്. തന്നോടാരാ പറഞ്ഞ ചേറി കയറിയിരിക്കാൻ? ഇതെന്താ ഫാൻസി ഡ്രസ്സാ? ഈ സൂട്ടും കോട്ടും ഒക്കെ എവിടുന്ന് കിട്ടി? ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെക്കാറുന്നില്ലേ? ഇവിടെ 100 കൂട്ടം പണി പുറത്ത് കിടക്കുമ്പോ താനിവിടെ കോലം കെട്ടി കളിക്കുവാന്നു. ആ പണിയൊക്കെ ഇനി തന്നെ ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. എന്നോടാണോ? ഞാൻ എന്തോടോ പറഞ്ഞത്? ഡോക്ടർ ഗീവർഗീസ്, കോൾ മീ സർ. സാറോ? വിളിച്ചേ പറ്റൂ. ഇന്നു മുതൽ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ. തന്നെ ഞാൻ ഒബ്സർവേഷനിൽ വെച്ചിരിക്കായിരുന്നു. മാനസിക നില തെറ്റിയവരുടെ കൂടെ കുറെ നാൾ ജീവിക്കുമ്പോ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയാം. പക്ഷെ ഇത്രമാത്രം സീരിയസ് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. നിന്നെക്കാൾ വലിയ ഭ്രാന്തന്മാരെ ഞാൻ കൈകാര്യം. ആ വാക്ക് ഇവിടെ മേലാൽ ഉച്ചരിക്കരുത്. ഇൻമെറ്റ്സ്, സഹവാസികൾ, അവരെ അങ്ങനെ വിളിക്കാം. വേണ്ട, ബഹളം വെക്കണ്ട. ഞാനാ സൂര്യന് പ്രൊമോഷൻ കൊടുത്തത്. ഹിസ് ക്വാളിഫൈഡ്. വൺ മോർ തിങ്. ഇന്നു മുതൽ ഡോക്ടറുടെ ഈ 1 മാൻ ഷോ ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയാക്കണം. പേഴ്സണൽ കാര്യങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ മസ്റ്റ് ആണ്. നോ ഡോക്ടർ, നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരവും എനിക്കാണ്. ഇപ്പൊ എന്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചേ. ചുമ്മാ ചോദിക്കണം. എത്രയാ? 16,899. 16,899. യെസ്. 10,000 രൂപ ഒറ്റയടിക്കാൻ കയറ്റിയല്ലേ? എന്നാ പിന്നെ തികച്ചൊരു റൗണ്ട് ഫിഗർ ആക്കാമായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രം 25,000 തന്നാ മതി എന്ന് ഞാനാ പറഞ്ഞത്. ഹൗ നൈസ് ഓഫ് യു. ജ്യോതിക, ഇത് തമാശ കളിയല്ല. തമാശ ചെയ്ത് സീരിയസ് ചെയ്തെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. ഡോക്ടർ സ്ഥാനത്ത് നിന്നാ മതി. എന്റെ ഡാഡിയിലെ ശമ്പളം കൊടുക്കുന്നത്.
ഡാഡിയെ കൊടുക്കൂ. എടോ എന്താടോ? അവളൊരു പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞപ്പോ നീ അതിപ്പിടിച്ചങ്ങ് കേറിയല്ലേ? ആനപ്പുറത്തിരിക്കാൻ കഴുതയ്ക്കാവില്ലെന്ന് ഓർമ്മ വേണം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പിന്നെ പിന്നെ ശ്രമിക്കുന്നത്? എടോ, നിന്നെ ഞാൻ- ജ്യോതികാ. വേണ്ട വേണ്ട വിളിക്കണ്ട, അങ്ങോട്ട് ഇരുന്നാട്ടെ. 1 മിനിറ്റ്. ഒരു സത്യം താൻ മനസ്സിലാക്കാം. അവൾ ഇവിടുത്തെ പേഷ്യന്റ് മാത്രമാണ്. ഞാനാണ് ഈ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് കൂടുതലും ഉയരത്തിലേക്ക് പോകരുത്. വീഴ്ചയുടെ ശക്തി കൂടും. ഏയ്. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഞാൻ 2 ദിവസം ലീവാ. വീട് വരെ ഒന്ന് പോണം. പോയിക്കൊള്ളൂ. അയ്യോ, പെർമിഷൻ ചോദിക്കാൻ വന്നതല്ല. പിന്നെന്താണാവോ കാര്യം? ഈ മാസത്തെ ശമ്പളം 16,900. അത് കിട്ടിയിട്ട് വേണം പോവാൻ. 16,900. 1 രൂപ താനൊന്ന് കുറച്ചില്ലായിരുന്നു? അത് വേണമെങ്കിൽ ഇപ്പൊ കുറച്ചോ. അത് നന്നായി. താൻ ആ പെണ്ണിനോട് ചോദിക്കും. അവളല്ലേ തരാന്ന് പറഞ്ഞു. അവള് പോയില്ലേ? ഉള്ളടത്ത് പോയി മേടിക്കണം. ദേ, എനിക്ക് എന്റെ ശമ്പളം കിട്ടിയേ പറ്റൂ. തനിക്കും വട്ടായോ? ശമ്പളം ചോദിക്കുന്ന വട്ട. മാനസിക നില തെറ്റിയ ഒരു പെണ്ണ് പറഞ്ഞൊക്കെ താനങ്ങ് വിശ്വസിച്ചോ? തന്നെയുമല്ല, അവളുടെ അസുഖം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചതിന് തനിക്ക് ഈ മാസം ശമ്പളം ഇല്ല. എന്ത് യൂട്ടിലൈസ്? കിസ് കിസ് മറന്നാ? അതിനവൾ ഇങ്ങോട്ടല്ലേ കിസ് ചെയ്ത്? അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കിസിന്റെ സുഖം ഒന്നാ. അത് കിട്ടിയില്ലേ? കണക്ക് നോക്കിയാ താൻ കാശ് ഇങ്ങോട്ട് തരണം. പാടാൻ മേടിച്ചത് 5000. അവൾ നശിപ്പിച്ച സാധനങ്ങളുടെ വില 26,000. അതിൽ 4000 രൂപയുടെ സാധനങ്ങൾ എന്റേതാണ്. ഒരു ഗിറ്റാറും 2 in 1. അത് ഞാൻ കൂട്ടിയിട്ടില്ല. താൻ ഇവിടെ നിന്ന് വട്ടം കറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്ക്. ഇപ്പൊ ടൗണിലോട്ട് എന്നാ ഒരു ബസ് ഉണ്ട്. വണ്ടിക്കൂലിക്കുള്ള പൈസ വേണോ ഞാൻ തരാം. 16,900 രൂപയിൽ 1 രൂപ കുറച്ച് 5 പൈസ കുറയാതെ എനിക്ക് കിട്ടിയിരിക്കണം. അത് തരാതെ ഒരടി മുന്നോട്ട് വെക്കരുത്. ഒരടി പിന്നോട്ട് വെക്കാവോ? ഒരു കാര്യം പറയാനാ, വെരി ഇമ്പോർട്ടന്റ്. തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. യു ആർ ഡിസ്മിസ്ഡ്. അത് പറഞ്ഞാ മതി. എവിടെ? കോത്താഴത്ത് പറഞ്ഞാ മതി. മാടിനെ പോലെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം ചോദിക്കുമ്പോ പിരിച്ചുവിടുന്നത് എവിടുത്തെ നിയമോ? ഇവിടുത്തെ നിയമം. വിളിച്ചോ സാറേ? അങ്ങോട്ട് മാറൂ. അതെ, എന്റെ ആ പഴയ ശമ്പളം തരാൻ പറ്റുമോ? തന്നേനെ. ഇത്രയും ബഹളം വെച്ചെന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഇനി തരില്ല. തരില്ല? ഇല്ല. വേണ്ട. ശമ്പളം കിട്ടാത്തതിനേക്കാൾ വിഷമം ഒരു എച്ചിയുടെ കൂടെ ഇത്രയും കാലം പണിയെടുത്തു എന്ന് ഓർത്തിട്ടാ. എന്നെ പോലെ പാവം തൊഴിലാളികളെയും കുറെ പ്രാന്തന്മാരെയും ഞെക്കിപ്പിഴിഞ്ഞ് താൻ സമ്പാദിച്ചോ? അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. കൊടുക്ക മുഴു പ്രാന്ത് പിടിച്ച് താൻ തെരുവിലൂടെ അലയും. ഡിസ്ക് മാറിപ്പോയി. ഡിസ്ക് ഞാൻ തെറ്റിക്കുന്നു. ഒന്നെ അവസാനമായിട്ട് ചോദിക്കുക, ശമ്പളത്തിന്റെ പകുതി 3450 രൂപ തരാൻ പറ്റുമോ? തന്നേനെ. പക്ഷെ താൻ എന്നെ കുറെ പ്രാഗിയില്ലേ? അതുകൊണ്ട് തരില്ല. വേറെ കുറച്ചുകൂടെ പ്രായിക്കോ? ഗതി പിടിക്കാത്തവനെ പ്രാഗിട്ടെന്താ കാര്യം? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളുത്താൽ അതും തണലാക്കുന്നവനാ താൻ. താൻ പോയില്ലേ? ഇല്ല. ആ വണ്ടിക്കൂലി 46 രൂപ 50 പൈസ അതെങ്കിലും തരുവോ? ഇമോഷണൽ ആവരുത്. ഇല്ല. തന്നേനെ. പക്ഷെ താൻ ഒരു ആലിന്റെ പ്രശ്നം പറഞ്ഞില്ലേ? അതെനിക്ക് വല്ലാതെ ഫീൽ. ഒരു നയാ പൈസ തരില്ല. രക്ഷപ്പെട്ടോ? കാണിച്ചു തരാം. ഡോക്ടർമാരും ദുഷ്ടന്മാരും ഉണ്ടോ? ശമ്പളം തരില്ലല്ലേ? മുതലാക്കി തരാം. ഇവിടുത്തെ പണി മതിയാക്കി പോവുക. ബാക്കി കൂടെ ഫ്രണ്ടിലാരെയും ഫേസ് ചെയ്യണ്ട. അതാ. അയ്യോ, ഇയാൾ വീണ്ടും ശല്യാടിയോ? ഡോക്ടറെ, അയ്യോ, ശല്യാടിയല്ലേ? ആ ചാടി. എങ്ങനെ ചാടി? വളച്ചു ചാടി. കമ്പി വളച്ചോ? നെഴ്സിനെ വളച്ചു ചാടി. ആരോട് പറയല്ലേ? കൊല്ലും ഞാൻ. തന്നെയല്ല, അവനെ. ഓൾ ദി ബെസ്റ്റ്. അതിനി പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ സൂര്യൻ എന്തിനാ എന്നെ കൊണ്ട് ഓടിയത്? എവിടെ നോക്കിയാടോ ഓടുന്നത്? കൊല്ലുവോ? എന്നാ കൊല്ല്. ആഹാ, തല പുറത്തുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല. എന്റെ പൊന്ന് സാറേ, ഇയാളെയൊക്കെ വെച്ച് വണ്ടി ഓടിപ്പിച്ചാ പിന്നീന്ന് അങ്ങ് മുകളിലോട്ട് വേഗം എത്താം. ഇത് സ്റ്റാച്ചു ആടോ. ഇന്നിവന്റെ അവസാനമാണ്. എന്താ കുട്ടിച്ചാത്ത? എന്നോട് കളിക്കരുത്. പറയാൻ പറഞ്ഞേക്കാം.
ആ ബ്ലേഡ് വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനതേ പറയൂന്ന് അയാൾക്ക് അറിയാം. എടാ സൂര്യനാരായണ, ഇറങ്ങി വാടാ. എന്താ അലാവുദ്ദീന്? കരഞ്ഞ് കാല് പിടിച്ച് കടം പിടിച്ചപ്പോ എനിക്ക് ഭ്രാന്താണല്ലേ? നിനക്കെന്നെ ഭ്രാന്ത് ആശുപത്രി കിടത്തണല്ലേ? അകത്തില്ലാടോ, വിളിച്ചിറക്കണോ? ഇതിനു മുമ്പ് എത്ര തവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് അവനിവിടെ ഇല്ല. അവനോടെ പോയി പുറത്തു പോയി. പുറത്തുനിന്ന് അകത്തേക്ക് വരില്ലേ? അവനെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം, ഭ്രാന്ത് ആശുപത്രി കിടന്ന കാശ് വേറെ കിട്ടണം. വരുമ്പോ പറയാം. ഞാൻ അവനെ കണ്ടിട്ടേ പോകും. താനിവിടെ നിന്നാ അവൻ പുറത്തേക്ക് വരില്ല. ഏ? അല്ല, അവനിവിടെ ഇല്ലാന്ന്. ഞാനിവിടെ നിന്നല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ വരാൻ്റെ കയറി ഇരുന്നോളാം. ഒരു കാര്യം ചെയ്യാം, പുള്ളിക്കാരൻ ഈ മാസം കിട്ടിയ ശമ്പളം മതിയെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആ ശരി, മതി. അത് ഞാൻ പലിശയിൽ വരാൻ വെച്ചേക്കാം. എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി, വാ. ഇരിക്കെ ഇരിക്കെ. ആ തീയം തരൂ. ഇത് പിടിച്ചോ. ഇത്. ഏ? ഓഹോ, മരുമോനൊക്കെ ചെറ്റാണല്ലേ? ആ, ഞങ്ങള് പാരമ്പര്യമായിട്ട് തറവാടികളാ. ഇതാ അങ്ങരുടെ ഈ മാസത്തെ ശമ്പളം. മുഴുവൻ ചില്ലറായിരിക്കുമല്ലേ? സൂട്ട് കേസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇതെന്താ ഇത്? ആടിന്റെ കുടല? ആളെ കളിയാക്ക ഒച്ചെടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ എനിക്കറിയാം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. തന്റെ ഒച്ച ഇനി ഇവിടെ പൊങ്ങിയാലേ ചൂലെടുത്ത് മുഖത്തടിക്കാൻ എനിക്കറിയാം. ഷോക്ക് അടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെയല്ലേ തന്റെ ഒരു ചൂല്. വേണ്ടി വന്നാൽ നിരാഹാര വ്രതപ്പെട്ട് എനിക്ക് കിട്ടാനുള്ള സകല കാശ് കൊണ്ട് ഞാൻ പോകും. അതിനുള്ള ബിരിയാണിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഇത് നമ്മുടെ പഴയ ഡോക്ടർ അല്ലേ? എന്റെ അമ്മയെ ഷോക്ക്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോ അല്ലെ കറണ്ട് ബില്ല് കൂടും. ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? അയ്യോ, നീ എവിടെ പോയി വിളിക്കും? കാലമാണ്. പതുക്കെ കുറക്കട. ഇതേത് ശബ്ദം? ഞാൻ നേരത്തെ ഇട്ടായിരിക്കും. ഞാൻ സൂര്യനാരായണൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആഹാ, ആ. ഇറങ്ങണോ പുറത്ത്. രാപകലില്ലാതുള്ള ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് നയ പൈസ ശമ്പളം കൊടുക്കാത്ത കണ്ണി ചോരയില്ലാത്ത മനുഷ്യൻ നിങ്ങളാണല്ലേ? പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണത്? പറ. 2-3 വയറിനാശ്രയ ആ മനുഷ്യന്. ഇവള് പറഞ്ഞ് കറക്റ്റ് അല്ലേ? അതെ, ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ഇദ്ദേഹത്തിനും സൂര്യനും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാടക വീടാണെങ്കിലും പോട്ടെ, എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ട് ഇവിടെ. അന്നേടെ കഴിഞ്ഞു പോകുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ട. ഈ പ്രായത്തിനിടയിൽ അങ്ങേര് ഒരുപാട് ജോലികൾ ചെയ്തു. എന്ത് പ്രയോജനം? കാശുമില്ല, സന്തോഷമില്ല. പറ്റുമെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള ശമ്പളം തന്ന് സഹായിക്ക്. ബാക്കി കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്ന സൂര്യേട്ടൻ ജോലി ചെയ്ത് വീട്ടിക്കോളും. എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ സൂര്യനാരായണന്റെ ആരായിട്ട് വരും? ഭാര്യ. ഓഹോ. അമ്മ വിശക്കുന്നു, കഞ്ഞിതാ. കൊച്ചിന്റെ ഈ മാസത്തെ ഫീസ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 ദിവസമായി അവള് സ്കൂളിലും പോണില്ല. ഇത് പാട്ടുകാരൻ സൂര്യനാരായണന്റെ വീട് തന്നെയല്ലേ? അതെന്ന് ഭാര്യയും കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്താ തിരിച്ചു പോയത്? ആ എടാ പട്ടി, നിന്നെ കുറങ്ങാം. പിന്നെ ഞാൻ പട്ടി നിന്നെ കൊരങ്ങാന്ന് വിളിച്ച ആളെ കാണിച്ചു തരാം. പിടിച്ചോ, കടിച്ചോ. അയ്യോ, അയ്യോ. ഇവിടെ വരാനാ പറഞ്ഞു. എന്നെ തൊപ്പിക്കുന്നതാണോ നായിന്റെ പോലെ? ഞാനോ? നിന്നെ ഞാൻ എന്താ എന്താ ഡോക്ടർ പിന്നെ നായിന്റെ പോലെ വിളിച്ച്? അയ്യോ, ഷോക്ക്. ഇത് നമ്മൾ അലാവുദ്ദീനല്ലേ? അയാൾ എന്തിനാ ഓടുന്നത്? അയാളുടെ അസുഖത്തിന് ഒരു കുറവുമില്ല. ഏയ്, ഒരു കുറവുമില്ല. നീ ഓടാൻ വരട്ടെ. നീ എന്ത് പോക്കത്തിലൂടെ കാണിച്ചത്? അത് പിന്നെ നിങ്ങൾ ശമ്പളം തരാത്തോണ്ടല്ലേ. നിങ്ങൾ ചൂടാവൊന്നും വേണ്ട. സാധനങ്ങൾ തിരിച്ചു തന്നേക്കാം. എന്ത് സാധനം? അവിടുന്ന് അടിച്ചു മാറ്റിയത്. എന്തോ സ്റ്റെത്തും മറ്റും അതൊക്കെ അടിച്ചു മാറ്റിയാ? ചെറിയ തോതില്. ഞാൻ ചോദിക്കാൻ വന്ന് തനിക്ക് ഭാര്യ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? ഒരു കൊച്ചുണ്ട്. ആ ഉണ്ടല്ലോ. പിന്നെ എന്ത് കോപ്പിലാണ് ആ പെണ്ണിനെ ഇഷ്ടമാണ് കെട്ടിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു? അത് പിന്നെ താൻ എന്നോട് അതൊക്കെ പറ. ഞാനാണ് ഇതിന് പെർമിഷൻ തന്നെന്ന് അയാൾ അറിയാൻ പാടില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അത് ശരി. ആരാ മുടിയും ബുദ്ധിയില്ലാത്ത ആള്? ജ്യോതിയുടെ അച്ഛനാ.
ആഹാ എങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അയാളോട് പറയാം. എന്റെ ശമ്പളം എന്താ? നീ ഹോസ്പിറ്റലിലോട്ട് വാ, ചെക്ക് ഞാൻ വീട്ടിലോട്ട് അയച്ചിരുന്നു. ചെക്കോ? ചെക്കും ഡി ഡി ഒന്നും വേണ്ട. ഡ്രാഫ്റ്റ് നീ ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തോ? ഞാൻ കൊറിയറിൽ അയച്ചു തരാം മണി ഓർഡർ. ബാക്കി ഫണ്ട് കുട്ടിയുടെ പേരിൽ UTI ഇട്ടോ. സൂര്യ നീ ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നാലും നീ എന്നോട് കാണിച്ചത് വലിയ പോക്കത്തരായി പോയി. നിനക്ക് മനസ്സാക്ഷി ഉണ്ടോടാ? ഞാൻ പീലിപ്പോസ്. ഇവൻ ഇങ്ങനെ ഒരു ജാതി ഒരിക്കലും എന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ ഞാൻ പറയട്ടെ? ഞാൻ പറയൂടാ, എല്ലാവരോടും ഞാൻ പറയും. ഞാൻ പറയൂടാ, നിങ്ങൾക്കറിയോ ഇവനുണ്ടല്ല, ഇവൻ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല. എനിക്കത് സീരിയസാ. എവിടെ ഈ കോളിന്റെ പാർട്ടി? ഒന്നും അറിയാത്ത പോലെ ഈ സോഡ പിടിച്ചിട്ട് അതിന്റെ അകത്ത് വെച്ചില്ല. മാറിയേ വക്കീലാണല്ലേ? എന്താ പരിചയമുണ്ടോ? അല്ല, കോടതിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വക്കീലല്ലേ? അല്ല, വക്കീലന്മാരായിട്ട് നല്ല കോൺസ്റ്റബിൾ ആണെന്ന് പറയായിരുന്നു. കോൺസ്റ്റബിളാ? ഇല്ല, അവരായിട്ടല്ല, പ്രിൻസിപ്പളാ. എന്താ? അവരെയൊക്കെ അറിയൂന്ന് പറയായിരുന്നു. ഇതെന്ത് ഭ്രാന്ത? കൈ നീട്ടോ. 110 രൂപ. ഇനി ഇതിലെന്താണാവോ? 25 പൈസ. ഇതെന്താണ്? പുതുക്കാത്തൊരു ഡ്രൈവിംഗ് ലൈസൻസ്. വേണ്ട, കാറ് മോട്ടിക്കുമ്പോ ഉപയോഗിക്കാം. അയ്യോ, എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ പേഴ്സ് കാണാനില്ലടോ. എന്താ വക്കീലെ പ്രശ്നം? എന്റെ പേഴ്സ് കാണാനില്ല. പേഴ്സോ? ആ, എല്ലാത്തിനും തപ്പണം. കേസില്ലാത്ത എച്ചി വക്കീല്. ഒരു പേഴ്സ് കളഞ്ഞിട്ടുണ്ട്. ഇതാ എന്റെ പേഴ്സ്. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? ഒരു സത്യസന്ധന കിട്ടിയത് കൊണ്ട് തിരിച്ചു കിട്ടി. അത് 110 രൂപ 25 പൈസയില്ലേ നോക്കി. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാറായി, അത് പുതുക്കണ്ടേ? ഒരു വക്കീലല്ലേ? ദൈവമേ, സമാധാനമായി. ഇന്നും ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞല്ലോ. നാളെയും ഒരു ഉപകാരം ചെയ്യാനുള്ള പാർട്ടി കൊണ്ട് തരണേ. എന്താ പേര്? പീലിപ്പോസ്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടില്ലേ? എന്നാ ഈ സത്യസന്ധനം അങ്ങോട്ട് പോട്ടെ. ശരി. കാണണം. എന്റെ ഭാര്യയും കുഞ്ഞും താമസിക്കുന്ന വീട് കണ്ടെത്താൻ പാതിരാത്രിക്ക് ഞാൻ ഒരുപാട് അലഞ്ഞു. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ എന്റെ പുതിയ വീട് ഏതാന്ന്? ചോദിച്ചാൽ എന്താ കുഴപ്പം? സുരഭിനഗറിലെ ശ്രീദേവിയുടെ വീടെന്ന് പറഞ്ഞ ഈ നാടറിയും. നാട് നീളെ അറിയാൻ നീ ഇത്ര പെട്ടെന്ന് ചീത്തപ്പേരൊക്കെ സമ്പാദിച്ചോ? ചീത്തപ്പേരല്ല, നല്ല പേരാ. പണക്കാരാവുമ്പോ 4 പേര് അറിഞ്ഞെന്ന് വരും. 4 ആൾ അറിയാൻ പണക്കാരിയൊന്നും ആവണ്ട. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അതെ, ദേഷ്യായോ? മോളുറങ്ങി? ഉറങ്ങി. നമ്മുടെ കാർന്നോര് ഇതേതായി സാധനം? സെർവന്റാ. നോ, കുക്കിംഗ് അസിസ്റ്റന്റ്. ഭയങ്കര സ്മാർട്ടാ. മോന്ത കണ്ട അറിഞ്ഞൂടെ? ആ, നിങ്ങൾ വല്ല കഴിച്ചിട്ടാണോ വന്നത്? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഭയങ്കര വിശപ്പ്. അങ്ങോട്ടിരിക്കെ. ഈ മുട്ട ഒരു ശീലം. ഡിന്നർ സെറ്റ് ചെയ്യൂ. ഡിന്നറോ? ഡിന്നർ. നിന്റെ കൈ കൊണ്ടൊന്ന് വിളമ്പിത്താ. ഇനി മുതൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും രംഭ നോക്കിക്കോളൂ. എല്ലാ കാര്യവും? അയ്യടാ. അയ്യേ, ഇതെന്താ? നൂഡിൽസ്. കഞ്ഞിയില്ലേ? കഞ്ഞി? ഇത്രയും വലിയ വീട്ടിൽ ഇനി കഞ്ഞി വെക്കാൻ പറ്റുമോ? നിങ്ങൾ കഴിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കഞ്ഞിയുടെയും മുട്ടി. അതെ, ഞാൻ ആകെ വിഷമത്തില. എനിക്കറിയാം മോളെ, ഞാൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ ചിന്തിച്ചത് ഇന്നലെ മേടിച്ച ടിവിയെ കുറിച്ചാ. ഒരബദ്ധം പറ്റി. ഒരു വലിയ ടിവി ഇറങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിയാ മതിയായിരുന്നു. അപ്പൊ ഗുഡ് നൈറ്റ്. പിന്നെ നമുക്ക് 2 കമ്പ്യൂട്ടർ വാങ്ങണം. 2 കമ്പ്യൂട്ടർ? അപ്പുറത്തെ രേഖാമേനന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉണ്ടത്രേ. അതൊന്നല്ലേ ഉള്ളൂ, നമുക്ക് 2 എണ്ണം വാങ്ങിക്കണം. അവരെ ഞെട്ടിക്കണം. ഞെട്ടിക്കാം. അപ്പുറത്തെ രേഖാമേനന്റെ ഭർത്താവ് എത്രയുണ്ട്? 1. നിനക്കതും വേണോ 2? ഈശ്വര. പിന്നെ കാണാം. ഹായ് ജ്യോതിക, മീറ്റ് മിസ്സസ് ശ്രീദേവി, പുതിയ മെമ്പറാ. ഹലോ. ഹലോ. എവിടെ വീട്? സുരഭി നഗറിലാ. അവിടെ റിച്ച് ഫാമിലീസ് മാത്രമാണല്ലോ താമസം. അതുകൊണ്ടാ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഓർത്തപ്പോ ഞങ്ങള് സുരഭി നഗർ തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. മാരീഡ് ആണോ? എന്നെ കണ്ട കല്യാണം കഴിഞ്ഞു തോന്നുന്നു. സോറി, അങ്ങനെ ഉദ്ദേശിച്ചല്ല. എങ്കിൽ കല്യാണം കഴിഞ്ഞു.
ഒരു മോളും ഉണ്ട്. മോളെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഗ്രിഗോറിയൻസിൽ ചേർത്തു. ഭയങ്കര ഫീസാ, കൂടാതെ വലിയൊരു തുക അഡ്വാൻസ്. കാശുള്ളവർക്ക് ഗ്രിഗോറിയൻസ് ഒരു പ്രോബ്ലമേ അല്ല. നല്ല സാരി ഇതെവിടുന്നാ? ചെറിയൊരു പർച്ചേസിംഗ് ആയതുകൊണ്ട് എറണാകുളത്ത് നിന്ന് വാങ്ങി. വില കുറവാ, 12,000. ഹസ്ബൻഡ് ഇപ്പോ ആക്ടറാ. ഈ ആക്ടിങ് സിനിമയിലാ? അതെ അതെ, തെലുങ്കിലാ കൂടുതലും. മലയാളം പുള്ളിക്കാരന് ഇഷ്ടമേ അല്ല. തെലുങ്കിലാവുമ്പോ നല്ല കാശും കിട്ടും. അതുകൊണ്ട് ഞാനും ഒത്തിരി ലാവിഷാണേ. അതിരിക്കട്ടെ, യുവർ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അത് പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായി പാടും. വല്ല ഗാനമേളയിലാണോ? ഈ ഗാനമേളക്ക് പാടിയ എന്ത് കിട്ടാനാ? ശ്രീദേവിക്ക് അതെങ്ങനെ അറിയാം? അത് പരിചയത്തിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഭർത്താവ് ഈ ഗാനമേളക്ക് പാടാറുണ്ട്. ഈ ഫോണ് ഒരു 1 മിനിറ്റ്. ഓക്കെ. ഹലോ അച്ഛനാ. 5 മിനിറ്റ് കൂടുമ്പോ വിളിക്കാൻ പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ടാ. എന്റെ ഡാഡിയാ, റിട്ടയർഡ് ക്യാപ്റ്റനാ. അതെ അതെ, റിട്ടയർഡ് ക്യാപ്റ്റൻ, പഴയ കബഡി ക്യാപ്റ്റൻ. അച്ഛന്റെ മോള് തന്നെ. എന്താ? പിടിച്ചോ കള്ളന. എന്താണോ സാറിനല്ല, പിന്നെ ഇവിടെ നിൽപ്പുണ്ട്. അയ്യോ, കുടുങ്ങി കുടുങ്ങി. എന്നെയല്ല, അവനെ പിടി, അവനെ. സമയം കിട്ടുമ്പോ കൊണ്ടുപോകട്ടാ. എന്താ അടുത്ത് പോകരുത്, അടുത്ത് പോകരുത്, അടുത്ത് പോകരുതാ പറഞ്ഞത്, അടുത്ത് പോകരുതെന്നാ പറഞ്ഞത്. എന്താടാ ബാഗിൽ? ബാഗിൽ ഒന്നുമില്ല. ബാഗിലല്ല, ബാഗിൽ എന്താ ചോദിച്ചത്? ബാഗിലെ നമ്മ തമ്മിൽ ഇടപാട് ഇതോടെ തീർന്നു. ഇനി നീ ആയിട്ട് ഒരു ബന്ധമില്ല. നിന്റെ ഇടപാട് ഞാനിന്ന് തീർത്തു തരാം. എന്താടാ ഇത്? അതെനിക്ക് സാറ് തന്നതാ. കള്ളം പറയുകയും കൂടെ ചെയ്യുന്നടാ പെരുങ്കള്ള. ഇവനൊന്നും ചെയ്യരുത്, ഇവൻ പാവമാണ് സാർ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പോലീസിനെ വിളി. വിളിക്കാം. പോലീസിനെ എസ്ഐനെ വിളി. ഒരു ജീപ്പിൽ വരാൻ പറ. സൂര്യ, എന്താ ഇവിടെ പ്രശ്നം? ഒരു കള്ളനെ കൈയോടെ പിടികൂടി. കണ്ടില്ലേ ഇവൻ അടിച്ചു മാറ്റിയത്? ഇത് അവൻ അടിച്ചു മാറ്റിയതല്ല, ഞാൻ അവനെ ഏൽപ്പിച്ചതാ ബാങ്കിലടയ്ക്കാൻ. ബാങ്കിലടയ്ക്കാനോ? ഇവനെയോ? എന്താ ഞാൻ അടയില്ലേ? അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഇവനിവിടെ അപ്പോയിന്റ് ചെയ്തു. സൂര്യൻ ഒരു സഹായമാവൂല്ലോ എന്ന് കരുതി. അന്ന് പാർട്ടിക്കിടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പേഴ്സ് തിരിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇവന്റെ സത്യസന്ധത മനസ്സിലായി. ഈ 50,000 കൂടെ ഒരു ഹെവിയിലൂടെ ക്യാഷ് കൂടി തന്നിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അതെ, ഈ ബാങ്കിൽ അടക്കണ കാര്യം പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ ബാങ്കിൽ അടച്ചോളാം. ഞാൻ ടൗണിലേക്ക് പോകുന്നുണ്ട്. സോറി, നിർത്ത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പണം സൂര്യൻ അടച്ചോളും. നിനക്ക് ഞാൻ വേറെ പണി തരാം, മനസ്സിലായില്ലേ? ഓരോ നാശങ്ങള്. ഇതിനപ്പുറം വേറെ എന്ത് പണി തരാൻ? സോറി, ഞാനും വിചാരിച്ച കള്ളനാണ്. അയ്യോ, ഇപ്പൊ ഒന്നേ ഡ്രോ ആയിട്ടാ. മിസ്സായി. മതി, വന്നൊന്ന് താങ്ങേ. 25, 25, 26 നെക്കിക്ക്. 25, 26 വെള്ളടിക്കണ്ട. ഉണ്ട്. ഉണ്ടാ. ഹലോ, ഭാര്യയല്ലേ? സൂര്യന്റെ ഭാര്യയല്ലേ? അതെ. ഞാൻ പീലിപ്പോസാ. എന്റെ പേര് പീലിപ്പോസ്. എന്താ പേര്? നല്ല പേര്. പിന്നെ നമ്മുടെ സൂര്യന് ചെറിയൊരു ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? ആകെ തകർന്നു പോയി. ഫ്രണ്ടിലെ ഗ്ലാസ്, ബോണറ്റ്, ബമ്പർ, ഹൗസിങ് എല്ലാം തകർന്നു പോയി. സൂര്യൻ എന്തെങ്കിലും പറ്റിയോ? വണ്ടി കണ്ട ആള് ചത്തുപോയെന്നേ പറയൂ, പക്ഷെ ഒന്നും പറ്റിയില്ല.
ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലില് അഡ്മിറ്റാ, കൂടെ ഞാനും ഉണ്ട്. ഞാൻ ഉടനെ എത്താം. വെച്ചാ കഴിഞ്ഞോ? പിന്നെ കഴിയാണ്ട് വെക്കോ? സിറ്റി ഹോസ്പിറ്റലോ? സ്കാൻ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ വരാം. നീ ഇങ്ങോട്ട് വരണ്ട. സാരമില്ല, ഞാൻ വരാം. Shakalaka baby, shakalaka baby, shakon dun dun dindela. Lo 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 lo. ആരാ? ഞാൻ ഭാര്യയാണ്. ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സൂര്യനാരായണന്റെ ഭാര്യയാണെന്ന്. ഓ, സൂര്യന്റെ ഭാര്യ. സൂര്യന്റെ ഭാര്യയോ? അതെ. സ്റ്റെപ്പിനിയാ? ഏ? കീപ്പാ കീപ്പാ. ഇത് ഓർജില്ല. സോറി. സമാധാനമായി. കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ടാന്ന്. ഏതായാലും ഇതിലേ പോണ്ട കാര്യം ഉണ്ടായിരുന്നു. എത്ര ദിവസം കിടക്കേണ്ടി വരും? ഒരാഴ്ച. ഓ മൈ ഗോഡ്, 1 വീക്കോ? എന്റെ ക്ലബിൽ അടുത്ത ആഴ്ച ഇലക്ഷനാ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹോം നഴ്സിനെ വെച്ചാലോ? ഞാൻ അറേഞ്ച് ചെയ്യാം. എനിക്കാണെങ്കിൽ ടൈം തീരെ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്കിവിടെ ആരുടെയും സഹായം ആവശ്യമില്ല. നീ പൊയ്ക്കോ. എങ്കിൽ താങ്ക്സ്. മോളെന്തി? ക്ലാസ്സിലായിരിക്കും. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനൊരു ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ചോദിക്കാൻ മറന്നു, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിനും ഒരു വാക്കൊക്കെ തെറ്റും. പോട്ടെ. എന്താ? ഭാര്യയും കുഞ്ഞും വേറെ ഉണ്ടല്ലേ? അയ്യോ, അപ്പൊ എല്ലാം മനസ്സിലാക്കിയല്ലേ? മനസ്സിലാക്കി. ഒരു 5,000 രൂപ എടുത്തേ. 5000 രൂപ എന്തിനാ? ഫ്രെയിം ചെയ്ത് വെക്കാൻ. ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ ആവശ്യം നടത്തി തരാൻ ഞാൻ ആരും നിന്റെ അപ്പനോ? അങ്ങേര് വേസ്റ്റ്. അങ്ങേര് പീസ് നേരത്തെ അടിച്ചു പോയില്ലേ? കാത്തെടുക്കാൻ തരില്ല. തരില്ല? ഇല്ല. ഭാര്യയും കുഞ്ഞുണ്ടെന്ന് ജ്യോതിക അറിഞ്ഞാൽ? അയ്യോ, ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് ജ്യോതിക എങ്ങാണ് പറഞ്ഞ ഫിലിപ്പോസെ നിനക്കൊരു 5 പൈസ ഞാൻ തരില്ലടാ. തരില്ല? ഇല്ല. ചാച്ചി? ഏത് ചാച്ചി? ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ? ശീമാട്ടിന് മുമ്പിൽ സ്റ്റാച്ചു വലിക്കുന്ന ആ ചാച്ചിയോട് പറയാൻ. എന്നാ ചെല്ല് ചെല്ല്, ആ ചാച്ചിയോട് പോയി പറ. ചാച്ചി ചാച്ചി ചാച്ചി. ഹലോ, എന്താ ഇവിടെ? ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ്. എന്റെ ഹസ്ബൻഡ് ഇവിടെ അഡ്മിറ്റാ. അതും ചെറിയൊരു ആക്സിഡന്റ്. എന്നാ ഞാൻ ചെല്ലട്ടെ? അല്പ തിരക്കില്ല, അല്ലെങ്കിൽ ഞാനും വന്നേനെ. ഇപ്പൊ ചെന്നില്ലെങ്കിൽ മാലതി വർമ്മ മിസ്സാവും. ഓക്കെ, പിന്നെ കാണാം. ഓക്കെ, ബൈ. ചാച്ചി ചാച്ചി. ചീമാറ്റി പോയി. കാഞ്ചീപുരത്തിനോട് പറയാം. ഞാൻ ശരിക്കും പേടിച്ചു. ആ ഫിലിപ്പോസ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. അവന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. എന്തു പറ്റി? അവന്റെ തലയ്ക്കാണേ അടിയേറ്റത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു പുലബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. അവനെ ചികിത്സിച്ച ഡോക്ടറോട് തന്നെ അവൻ ചോദിച്ചു അയാൾക്ക് എത്ര തന്തയുണ്ടെന്ന്. അവന്റെ തല ശരിയാവാൻ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും എടുക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ദൈവം തന്നെ കാക്കണം. ചീമാറ്റി സ്റ്റാൻഡ് വിട്ടുപോയി. അപ്പോഴാണ് കാഞ്ചീപുരോട് ഉണ്ടല്ലോ എന്ന് ഓർത്തത്. നീ 5,000 രൂപ തരുന്നോ ഇല്ലയോ? ഏത് 5000? ഞാൻ പറഞ്ഞില്ലേ? ഞാൻ സത്യം പറയും. അപ്പൊ ഇത്രയും നാളും നീ പറഞ്ഞിരുന്ന നുണയാ? സിസ്റ്റർ കാഞ്ചീപുരം, ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്കട്ടെ, കലങ്ങി തെളിയട്ടെ. സിസ്റ്റർ, ഇയാൾക്ക് മറ്റൊരു ഭാര്യ കുട്ടിയുമുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്നു വിത്തോട്ട് കുട്ടിയുമായിട്ട്. പറയടാ, നിനക്ക് എത്ര ഭാര്യമാരുണ്ട്? ചികിത്സിച്ച ഡോക്ടറോട് എത്ര തന്തയുണ്ടെന്ന് ചോദിച്ച നീ ഇത്രയും നാളും തീറ്റിപ്പോറ്റിയ എന്നോട് എത്ര ഭാര്യ ഉണ്ടെന്നോ? ദൈവമേ, എനിക്കെല്ലാം അറിയാം. എന്തറിയാന്ന്? തലയ്ക്കല്ലേ അസുഖം, മരുന്ന് കഴിച്ചാൽ ശരിയാവും. സൂര്യനാരായണ, നീ ഇപ്പൊ സ്കോർ ചെയ്തു. ഞാനിപ്പോ പോകുന്നത് ഹെഡ് ഓഫീസിലേക്കാണ്. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? ആഭിജാത്യമുണ്ടോ? പാന്റും ഇഞ്ചത് പുൽക്കൈ ഷർട്ടിട്ട് നടക്കേണ്. എന്താടോ? ചൂടാവല്ലേ? മുതലാളി വലിയൊരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കും. അതെ, ആ ഊരാക്കുടുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മുതലാളി എനിക്ക് കൈതെറിയ പാരിതോഷികം. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ? മോള് പെർമനന്റ് ആണ്? പെർമനന്റോ?
അതെ ഗർഭിണിയാണോന്ന് താൻ എന്തിനൊക്കെ അന്വേഷിക്കുന്നത്? ആണോന്നാ ചോദിച്ചത്. അല്ല. ഓ രക്ഷപ്പെട്ടു. മുതലാളിയുടെ ഭാര്യയുടെ ഭർത്താവിന് മുതലാളിയുടെ ഭാര്യയുടെ മകളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കുഞ്ഞുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ലോകം മുഴുവൻ ഈ വാർത്ത ഞാൻ വിളിച്ചു പറയട്ടെ. എന്നാ നിങ്ങളങ്ങോട്ട് പോയിക്കോ, ഞാനൊന്ന് ഓഫീസിൽ കയറിട്ട് എത്തിക്കോളാം. എന്താ സൂര്യ ആരാ? കണ്ണാടി നോക്കിയപ്പോ ഇത് കണ്ട് ഞാനും ചോദിച്ചു ഇതാരാണെന്ന്. ഞാൻ പീലിപ്പോസാ. എന്തു പറ്റി? ഓ ഇനി എന്ത് പറ്റാൻ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ലെഗൊന്ന് സ്ലിപ്പായതാ. ലേശം കൂടി മാറിയിരുന്നെങ്കിൽ ഇത്രയും പഞ്ഞിയുടെ ആവശ്യമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. 2 കഷ്ണം പഞ്ഞിയും മൂക്കിലും മാത്രം തിരികെ കിടത്തിയാ മതിയായിരുന്നല്ലോ. സൂര്യ നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയടാ. എന്റെ പഴയ പോക്കറ്റടി പണിയൊക്കെ ഞാൻ നിർത്തി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ റൂമില് ഗോദറേജ് അലമാരിയുടെ അകത്ത് നാനാ വിധത്തിലുള്ള 10-300 പേഴ്സുകളുണ്ട്. അത് പേഴ്സില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കണം. അതിലൊരു ലേഡീസ് പേഴ്സ് ഫോറിനുണ്ട്, അത് ഈ ചാച്ചിക്ക് കൊടുക്കണം. മറ്റേ ചാച്ചി അവിടെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല. കരയണ്ട, അസുഖം മാറും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ അന്ത്യാഭിലാഷം ഞാൻ സാധിച്ചു തരും. ഈ തലയാണ് അയ്യോ പേഴ്സ്. അയ്യോ വണ്ടി ആ വഴിക്ക് പോ, ഈ വഴിക്ക് പോ. എന്ത് കുന്തം ആ പേഴ്സ് പോയി. ഇനി പേഴ്സുള്ള പറഞ്ഞ് കുറെ കാലം അഹങ്കരിച്ച് കിടക്കാം. വണ്ടി ഓട്ടടോ. ആരാ അവിടെ? എന്താ അവിടെ? എന്തെന്നാ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ. ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എംഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല